രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുകയാണ്. അതിനിടയിലാണ് കർണാടകയിൽ കോൺഗ്രസിന്റെ മന്ത്രി തന്നെ പറയുകയാണ്, ഇത് കോൺഗ്രസിന്റെ കഴിവുകേടാണ്. ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയിലാണ് വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിരിക്കുന്നത്. അപ്പോൾ മന്ത്രിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ടല്ലേ? വളരെ രസകരമാണ്. താൻ തന്നെ തിരിഞ്ഞു കുത്തി എന്ന് പറയുന്ന പോലെയാണ്. രാഹുൽ ഗാന്ധി വലിയൊരു ആറ്റം ബോംബാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നത്. ഈ ആദ്യത്തെ കേൾവിക്ക് അല്ല, അത് ആറ്റം ബോംബായിരുന്നു, പക്ഷെ പൊട്ടിയത് കർണാടകയിൽ സ്വന്തം പാളയത്തിൽ സ്വന്തം കയ്യിലിരുന്ന് പൊട്ടി. രാജിവെച്ചതാണോ മന്ത്രിയെ പുറത്താക്കിയതാണ്? സമ്മർദ്ദം ചെലുത്തിയ മന്ത്രിയുടെ നിന്ന് രാജി എഴുതി വാങ്ങി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ രാഹുൽ വലിയ കാര്യത്തിൽ ആറ്റം ബോംബും ഒക്കെ ആയിട്ട് വന്നു. ആറ്റം ബോംബ് ആദ്യത്തെ പെട്ടെന്ന് കേട്ടപ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഒന്ന് സ്തബ്ധരായി. 1,00,000 കള്ള വോട്ടുകൾ ചേർത്തിരിക്കുന്നു. 6, 7, 8 മണ്ഡലങ്ങൾ, അവിടെ 8 മണ്ഡലങ്ങളുണ്ട്, അത് തന്നെ തെറ്റാണ് പറഞ്ഞത്. 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലത്തിലും കോൺഗ്രസ് ലീഡ് ചെയ്തു. ഒരു മണ്ഡലത്തിൽ മാത്രം 1,00,000 വോട്ട് BJPക്ക് കിട്ടി. 1,00,000-ലധികം ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ BJP ജയിച്ചു. ഇപ്പം കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് സംഭവം എന്താ ഇത്, BJP ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്, ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷേ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും കണക്കുകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ ഇത് ആറ്റം ബോംബ് പോയിട്ടൊരു നനഞ്ഞ പടക്കം പോലും അല്ല എന്നെല്ലാവർക്കും മനസ്സിലായി. രാഹുൽ ഗാന്ധി ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്താ, ഞാൻ കോടതിയെ സമീപിക്കില്ല, ജനങ്ങളുടെ കോടതിയിലാണ് ജനങ്ങളുടെ കോടതിയിലാണിത് വെക്കേണ്ടത്. നിയമപരമായൊരു ക്രമക്കേട് നടന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ചോദ്യം ചെയ്യുന്നില്ല? ആ ചോദ്യം അവിടെ നിൽക്കും. അപ്പോഴാണ് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ രംഗത്ത് വരുന്നു. ഈ സിദ്ധരാമയ്യ പക്ഷക്കാരനാണ് രാജണ്ണ. രാജണ്ണ വളരെ യുക്തിസഹമായിട്ടൊരു കാര്യം പറഞ്ഞു. ഈ കുഴപ്പങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്, സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം നടക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവനും പൂർത്തിയാക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. BLOമാർ, റവന്യൂ വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവർക്കൊക്കെ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ പങ്ക് അവർക്കാണുള്ളത്. അതിൻ്റെ കരട് പുറത്തു വിടുന്നു, അതിനുശേഷം പരാതികൾ സ്വീകരിക്കുന്നു, പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു. ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു പരാതിയും കാണില്ല, ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വ്യാപകമായ പരാതി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ശരിയായ വോട്ടർ പട്ടിക പുറത്തുവിടുന്നു, തിരഞ്ഞെടുപ്പ് നടക്കുന്നു. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ ഒരു മാൽ പ്രാക്ടീസ്, അവിടെ ഒരു ക്രമക്കേട് നടന്നാൽ അത് ചോദ്യം ചെയ്യാനും അതിനെ ചലഞ്ച് ചെയ്യാനും അതിനെ വെല്ലുവിളിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയുടെ ഇൻ ഏജൻറ്റിനും ഔട്ട് ഏജൻറ്റിനും ഒക്കെ അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരാളിൻ്റെ വോട്ടർ പട്ടികയിലെ ഒരാളിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ വരുന്ന ഒരാളിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്ത് കൃത്യമായിട്ട് മാറ്റി വയ്ക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് കള്ളവോട്ട് ചെയ്യാൻ വന്ന ഒരാളെ ഇൻ ഏജൻറ്റുമാർ കൃത്യമായിട്ടും കയ്യോടെ ഞാൻ ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല, അതിപ്പോൾ കേരളത്തിൽ ഏത് പാർട്ടിയാണെന്നും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആരാണ് സ്ഥിരമായിട്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് തൊട്ട് കാണിക്കണ്ട, ചൂണ്ടിക്കാണിക്കണ്ട. അങ്ങനെ ഒരാളെ പിടിക്കുന്നതും ആ ആളിനെ ചലഞ്ച് ചെയ്ത് വെല്ലുവിളിച്ച് അയാളുടെ വോട്ട് ചെയ്യാതെ അവസാനം അയാൾ അപ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതും ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാ ഇൻ ഏജൻറ്റുമാർക്കും ഔട്ട് ഏജൻറ്റുമാർക്കും ഉണ്ട്. ക്രമക്കേടുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാം. അവിടെ പോലീസുണ്ട്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ കൃത്യമായ നടപടി സ്വീകരിക്കും. ഈ വരുന്നയാളിന്, ഇങ്ങനെ വോട്ട് ചെയ്യാൻ വന്നയാളിന് വോട്ടർ പട്ടികയിൽ തൻ്റെ പേരുണ്ട്. ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ചലഞ്ച് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കില്ല. കാരണം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എൻ്റെ വോട്ട് ഏതാണെന്നും അത് ഏത് ബൂത്തിലാണെന്നും അത് ഏത് മണ്ഡലത്തിലാണെന്നും ഒക്കെയുള്ള എല്ലാ വിവരങ്ങളും എനിക്കുണ്ട്, എൻ്റെ കൈവശമുണ്ട്. എന്നെ അറിയുന്ന നാട്ടുകാർ ധാരാളമുണ്ട്.
അല്ലേ? അങ്ങനെ ഒരു നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്ന് കള്ളവോട്ട് ചെയ്തിട്ട് പോവാണ് ഒരു ബൂത്തിൽ എത്ര വോട്ടാണുള്ളതെന്ന് നമുക്കറിയാം, അല്ലേ? ആ ഒരു ബൂത്തിലെ ആൾക്കാർക്ക് ഏതാണ്ടൊക്കെ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരിക്കും, അറിവുണ്ടായിരിക്കും. കാരണം ഈ 3 പാർട്ടികളുടെ ആൾക്കാരകത്തുണ്ടല്ലോ. അതെ, ഇവര് വോട്ടർ പട്ടികയും കയ്യിലുണ്ട്, അഡ്രസ് ഉണ്ട്, മറ്റ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതാണ് അല്ല, അതിൽ നിന്ന് ഒഴിവാനാണ് ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ CPM ഈ ഏജന്റുമാരെ ഇരുത്തില്ല. അവർ അകത്ത് കയറാൻ 3 മണിക്ക് ശേഷം ഇറക്കിവിടും. 3 മണിക്ക് ശേഷം ഇറക്കി വിടുന്നത് മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഇന്നേജന്റുമാരെ അടിച്ചോടിക്കും. ഇന്നേജന്റുമാര് രാവിലെ വോട്ടെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ ആക്രമിച്ച എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ കള്ളവോട്ട് നടത്തുന്നത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ മിണ്ടുന്നില്ലല്ലോ. അവരുടെ അഖിലേന്ത്യാ നേതാവ് ഒഴിച്ച് വേറെ ആരെങ്കിലും മിണ്ടുന്നത് കണ്ടോ? ഈ കേരളത്തിൽ അവരുടെ സമുന്നതനായ നേതാവുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അക്ഷരം വെച്ച നാക്ക് ചലിപ്പിച്ചു. സോണിയാഗാന്ധിയുടെ സമയത്തുണ്ടല്ലോ, അവർക്ക് ഈ ഉപദേശങ്ങൾ കൊടുക്കാൻ അഹമ്മദ് പട്ടേലിനെ പോലുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാം അറിയാം, KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള ജയറാം രമേശ് അടക്കമുള്ളവരാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകുന്നത്. ഇന്നലെ തന്നെ നാം സമരത്തിൽ കണ്ടു, ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം സമരം ചെയ്യുന്നതാണ് കള്ളവോട്ടിന്റെ തലതൊട്ടപ്പന്മാരായ ബ്രിട്ടാസ്, റഹീം, MA ബേബി അടക്കമുള്ളവരാണ് ഈ സമരത്തിൽ നയിക്കുന്നത്. അതാണ് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അല്ലെ, അതാണ് ഈ പാർട്ടിയുടെ രാഹുലിന്റെ പ്രശ്നം. ചിലപ്പോ രാഹുൽ ഗാന്ധി കഴിവാണ്. അല്ല, രാഹുല് എനിക്ക് തോന്നുന്നു രാഹുല് ഈ ആരോ രാഹുലിനെ വട്ടത്തിലാക്കിയതാണ്, ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ഈ പാവത്തിനെ. ഈ പാവം ഇതൊക്കെ കേട്ടോണ്ട് കള്ളവോട്ടോ 1 ലക്ഷം വോട്ട് ചേർത്തോ പുള്ളി ചാടി ഇറങ്ങി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ രാഹുലിന് ഇത് ചക്കയാണോ മാങ്ങയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. മറ്റൊരു കാര്യം നോക്കൂ, ഈ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ റഹീം, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കള്ളവോട്ടിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്നു. ഇത് കാണുന്ന കണ്ണൂരിലെ പ്രവർത്തകൻ അല്ലെങ്കിൽ അടികൊണ്ട ബൂത്ത് ഏജന്റ് ആർക്കാണ് ഇനി അടുത്ത് വോട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ വിചാരിക്കും അദ്ദേഹം പറയും ഇതിനേക്കാൾ നല്ലത് BJP വോട്ട് ചെയ്ത്. അതെ, കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ്, കണ്ണൂരിൽ അടിയും കൊണ്ട് ഓടുന്ന കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് ഇത് ടി വിയിൽ കാണുമ്പോ അയാൾ അപ്പൊ തന്നെ നേരെ പോയി BJP ചെയ്തു. അല്ല, അത് മാത്രമല്ല, നോക്കൂ, ഡൽഹിയിൽ ഇന്നലെ സമരം ചെയ്ത് ബാരിക്കേഡിന്റെ മുകളിൽ കയറിയതാരാ? മഹുവ മൈത്രയും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുമാണ്. ഈ തൃണമൂൽ കോൺഗ്രസ് ഈ കേരളത്തിൽ CPM എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായി ബംഗാളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ കള്ളവോട്ട് ചെയ്യുക, ബൂത്ത് പിടിച്ചെടുക്കുക, ബാലറ്റ് ഉപകരണങ്ങൾ നശിപ്പിക്കുക, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ്. നമുക്കറിയാം. എന്തായാലും ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഗുണകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തിൽ സത്യത്തിൽ ഫുൾ മാർക്ക് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണം. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ഈ വോട്ടർ പട്ടിക, ഇപ്പം ബീഹാറിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ശ്രമം തുടങ്ങി. 52 ലക്ഷം വോട്ടുകൾ ഇത്തരത്തിൽ കുഴപ്പം പിടിച്ച വോട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. അതിനെതിരെ ഈ രാഹുലും കൂട്ടരും അല്ലേ സുപ്രീം കോടതി പോയത്? വോട്ടവകാശം ഹനിക്കുന്നു, പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് വരുത്തി തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരല്ലേ കോടതിയിൽ പോയത്? കോടതി ചെന്നപ്പോൾ കണക്കുകൾ വന്നല്ലോ. ഈ 52 ലക്ഷത്തിൽ പകുതിയിലധികം മരിച്ചുപോയവരാണ്. അതുപോലെ വ്യാജ വോട്ടർമാരുണ്ട്, അതുപോലെ ഡബിളിംഗ്, ഇരട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തേ ഇവർക്ക് മിണ്ടാട്ടമില്ല? അതും പറഞ്ഞാണ് അവരിപ്പോ കർണാടകയിൽ, അതായത് വരാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയിൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ശരിയാക്കാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. ഇത് ആരുടെ പിടിപ്പുകേടാണ്? എനിക്കതാണ് മനസ്സിലാകാത്തത്. പക്ഷെ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് നന്ദിയുണ്ട്. കാരണം ഇതൊരു ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക, ഇന്ത്യക്കാരല്ലാത്ത ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക, അവർക്ക് വോട്ടവകാശം കൊടുക്കാതിരിക്കുക, അവരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡുകളും ഈ വ്യാജ വോട്ടേഴ്സ് ID കാർഡുകളും ഒക്കെ പിടിച്ചെടുക്കുക, അവരെ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കുക, അതിന് ഈ സംഭവം വഴിവെക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഗുജറാത്ത് മുതൽ അങ്ങറ്റത്ത് നമ്മുടെ നാഗാലാൻഡ് വരെയുമുള്ള സകലമാന പ്രദേശത്തും തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുടെ വോട്ട് ക്യാൻസൽ ചെയ്യുക, അവരെ പിടിച്ച് പുറത്താക്കുക. ഈ രാജ്യത്ത് അവർ ഇന്ത്യൻ പൗരന്മാരല്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ത്യൻ പൗരന്മാരുടേതാണ്. ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇവിടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ളത്.
അല്ലാതെ ഈ ഇന്ത്യക്ക് പുറത്തുനിന്ന് അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കടന്നുകൂടി ഇത്തിൽ കണ്ണി പോലെ പറ്റിപ്പിടിച്ച് ഇവിടുന്ന് ചുരണ്ടി എടുത്ത് ജീവിക്കുന്ന ആ പരിപാടി നടക്കില്ല ഇനി. അത് സമ്മതിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും രാജണ്ണയുടെ കുറ്റി തെറിച്ചു. രാജണ്ണ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ആരുടെ വീഴ്ചയാണെന്ന് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് സമാധാനം പറയണം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. കാരണം ആ ഭരണകാലത്താണ് അവിടെ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്, അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചത്, അതിൻ്റെ കുഴപ്പങ്ങൾ പരാതികൾ പരിഹരിച്ചതൊക്കെ അപ്പോഴാണ്. അപ്പോൾ അവിടെ ഈ വീഴ്ച സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം. ഈ രാഹുൽ ഗാന്ധി പുലിവാല് പിടിച്ചിരിക്കുകയാണെന്നുള്ളത് സത്യമാണ്. ഈ പറഞ്ഞതുപോലെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. പരാതിയുമായിട്ട് കോടതിയിൽ പോകാൻ പറ്റുമോ? അത് പറ്റില്ല. പറ്റിയാൽ ആദ്യം പിടിവീഴുന്നത് സിദ്ധരാമയ്യയുടെ കൊങ്ങയ്ക്കാണ്. സിദ്ധരാമയ്യയോട് കോടതി ചോദിക്കും, എന്തേ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് സംഭവിച്ചു, അവരെവിടെ പോയിരിക്കുകയായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഈ ഉന്നയിക്കുന്ന വാദങ്ങളും സമർപ്പിച്ച തെളിവുകളും എല്ലാം വ്യാജമാണ്. പറഞ്ഞ മുഴുവനും തെറ്റായ വിവരങ്ങളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് തലനാഴിഴ കീറി പരിശോധിച്ച് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഈ കാടടച്ചങ്ങ് വെടിവെക്കുക എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആ കാട്ടിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ അതിൽ ആർക്കെങ്കിലുമൊക്കെ വെടിയുള്ളൂ. രാഹുൽ ഗാന്ധി ചെയ്തത് അതുപോലെയാണ്, കാടടച്ച് വെടിവെച്ചിരിക്കുകയാണ്. പക്ഷെ കൊണ്ടത് കോൺഗ്രസിനാണ്. ഇതാണ് ഈ ഒരു സംഭവത്തോടു കൂടി കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഇനി ഈ പറഞ്ഞ കണക്ക് പക്ഷെ അതിൻ്റെ ഈ കുരുക്കൊന്ന് അഴിക്കാൻ ശകലം സമയം വേണം. അത് തലനാഴിഴ കീറി പരിശോധിച്ച് ഓരോ ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് തെറ്റിപ്പോയി. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പേര് ചേർക്കുന്നു, അവിടെ ചിലപ്പോൾ നമ്മൾ മലയാളത്തിലാണ് എഴുതുന്നതെന്നിരിക്കട്ടെ, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കിട്ടും. അടുത്തൊരു സ്ഥലത്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ ഈ മലയാളം സോഫ്റ്റ്വെയർ അതിൽ കാണണമെന്നില്ല. ആ സിസ്റ്റത്തിൽ അവിടെ അത് ജങ്ക് ക്യാരക്ടറായിട്ട് അടിച്ചു വരും. കെ മറ്റേ കറൻസിയുടെ ചിഹ്നം, അതുപോലെ @ ഇങ്ങനെയൊക്കെ അടിച്ചു വരും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതാണോ? ഇതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊന്നും പെട്ടെന്നൊരു ഉത്തരം പറയുക എളുപ്പമല്ല. ഒരു ആരോപണം ഉണ്ടായി, ഒരു പരാതി ഉണ്ടായി, അതിനാണ് വ്യവസ്ഥാപിതമായിട്ട് പരാതി കൊടുക്കാൻ പറയുന്നത്. അതൊട്ട് ചെയ്യുന്നുമില്ല. ഇനിയിപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇത് ബാക്ക് ഫയൽസ് ചെക്ക് ചെയ്യാതെ, ബാക്ക് ഫയൽസ് പരിശോധിക്കാതെ ഇതിന് ഉത്തരം പറയുക അസാധ്യമാണ്, എളുപ്പമല്ല. നമ്മൾ ഈഫൽ ഗോപുരത്തിൻ്റെ ഉയരം എത്ര, താജ്മഹൽ നിർമ്മിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാതെ പഠിച്ചു വെച്ച് ഉത്തരം പറയാം. പക്ഷെ അതുപോലെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു എളുപ്പ പണിയല്ല ഇത്. ഈ ഇന്ന മണ്ഡലത്തിൽ ആകെ എത്ര വോട്ടർമാരുണ്ട് എന്ന് ചോദിച്ചാൽ ബാക്ക് ഫയൽസ് നോക്കാതെ ആർക്കും പറയാൻ പറ്റില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റേതായ സമയം വേണം. അവർ ആ സമയമെടുത്ത് ഇതെല്ലാം പരിശോധിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അടുത്ത നടപടികളിലേക്ക് കടക്കും. രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ഇത് അത്ര എളുപ്പത്തിൽ ആരും വിട്ടുകളയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ്. പ്രധാനമന്ത്രി കള്ളനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ, ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ആക്ഷേപമാണ് ഇപ്പോൾ രാഹുൽ ഉയർത്തിയിരിക്കുന്നത്. മറ്റേതൊരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ എന്നൊക്കെയാണ്. അത് തന്നെ വലിയ തെറ്റാണ്. അങ്ങനെ നമ്മൾ അത്രയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെതിരെ ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ അഴിമതി ആരോപണങ്ങൾ 2ാം UPA സർക്കാരിന് നേരെ ഉണ്ടായി. പക്ഷെ ആരും മൻമോഹൻ സിംഗിനെതിരെ വിരൽ ചൂണ്ടിയില്ല. കൃത്യമായിട്ട് ഏതൊക്കെ വകുപ്പുകളിലാണോ അഴിമതി നടന്നത് ആ വകുപ്പ് മന്ത്രിമാർക്കെതിരെയായിരുന്നു ആരോപണം. ഒരിക്കലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തി BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അത് നമ്മൾ ആ സ്ഥാനത്തിന് കൊടുക്കുന്ന മര്യാദയാണ്. അതുപോലും ഇല്ലാതെ ഈ എന്താ പറയുക, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ മുന്നോട്ട് പോകണം. അത് ഒരുപാട് ആയുസ്സൊന്നും അതിനില്ല. BJP അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. കേന്ദ്ര സർക്കാർ അത് വളരെ ഗൗരവത്തിലെടുക്കും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കും. അത് കോടതിയിലെത്തും. വലിയ വിഷയങ്ങൾ അതിൻ്റെ പുറത്തുണ്ടാവും. രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ രാഹുൽ കൊണ്ടുവന്ന ആറ്റം ബോംബിൽ ആദ്യത്തെ കുറ്റി തെറിച്ചത് സ്വന്തം പാളയത്തിൽ തന്നെ, സ്വന്തം ടീമിലെ ഒരു മന്ത്രിക്ക് അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ദുർവിധി ഇപ്പോൾ കോൺഗ്രസിനെയും രാഹുലിനെയും പിടികൂടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.